ഹലോ. നഴ്സിംഗ് ഗവേഷണത്തിലെ ഡേറ്റാ ശേഖരണം എന്ന് കേൾക്കുമ്പോൾ ഇതൊരു വലിയ തലവേദന പിടിച്ച പണിയാണല്ലോ എന്ന് തോന്നാറുണ്ടോ? എന്നാൽ ഒട്ടും പേടിക്കണ്ട, നമുക്ക് ഈ വിഷയത്തെ വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ തുടങ്ങിയാലോ? അപ്പോ എന്താണ് ഈ ഡേറ്റാ ശേഖരണം? ചുമ്മാ കുറച്ച് വിവരങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന പരിപാടിയല്ല ഇത്. രോഗികളുടെ പരിചരണം എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമെന്നതിന് വിശ്വസിക്കാൻ പറ്റുന്ന കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രീയ പ്രക്രിയയാണിത്. അതുകൊണ്ടുതന്നെ ഇവിടെ ഓരോ ചെറിയ കാര്യത്തിലും നമ്മൾ കാണിക്കുന്ന കൃത്യത വളരെ പ്രധാനമാണ്. ഈ ഒരു മുഴുവൻ പ്രോസസ്സും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് ഈ കാണുന്ന താരതമ്യം. ഒരു നഴ്സിംഗ് പ്രൊഫഷണലിന് ദിവസവും ചെയ്യുന്നൊരു കാര്യവുമായി ഇതിനെ ബന്ധിപ്പിക്കുമ്പോൾ എല്ലാം വളരെ ലളിതമായി തോന്നും, അല്ലേ? അപ്പോ ഈ ഒരു ആശയം മനസ്സിൽ വെച്ച് നമുക്ക് ഓരോ ഘട്ടത്തിലൂടെയും മുന്നോട്ടു പോകാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. തയ്യാറെടുപ്പ്. ഏതൊരു ചികിത്സാ നടപടിക്രമത്തിനും മുൻപുള്ള പ്രിപ്പറേഷൻ പോലെ തന്നെയാണിത്. ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ കാണിക്കുന്ന അതേ ശ്രദ്ധയും സൂക്ഷ്മതയും ഇവിടെയും വേണം. കാരണം നല്ലൊരു ഫലത്തിന് നല്ല ചിട്ടയായൊരു തയ്യാറെടുപ്പ് അത്യാവശ്യമാണല്ലോ. ഈ 5 സ്റ്റെപ്പുകളെ നമുക്കൊരു നഴ്സ് ഒരു പ്രൊസീജിയറിനു വേണ്ടി സ്വയം തയ്യാറെടുക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്യാം. ആദ്യം നമ്മൾ സ്വയം റെഡിയാകുന്നു, പിന്നെ വേണ്ട ഉപകരണങ്ങൾ ഒരുക്കുന്നു, ആവശ്യമായ അനുമതികൾ വാങ്ങുന്നു, രോഗിക്ക് സൗകര്യപ്രദമായ ഒരു സാഹചര്യം ഒരുക്കുന്നു, പിന്നെ ചാർട്ടൊക്കെ പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ഒന്നും വിട്ടുകളയാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഡോക്ടറുടെ ഓർഡർ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ ഗവേഷണം തുടങ്ങുന്നതിന് മുൻപ് എത്തിക്കൽ കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ആശുപത്രി ഡയറക്ടറിൽ നിന്നോ പോലുള്ള അധികാരികളിൽ നിന്ന് ഔദ്യോഗികമായ അനുമതി വാങ്ങിയിരിക്കണം. ഇത് നിർബന്ധമാണ്. കാരണം ഇത് ഗവേഷണത്തിൽ പങ്കെടുക്കുന്നവരെയും സ്ഥാപനത്തെയും ഒരുപോലെ സംരക്ഷിക്കാനാണ്. ഇവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചില പണിയായുധങ്ങൾ. ഒരു ക്ലിനിക്കൽ ജോലിക്കായി നമ്മൾ ശരിയായ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതുപോലെ നമ്മുടെ ഗവേഷണ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല ടൂൾ ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ ചോദ്യാവലികളാവാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ ആവാം, അതുമല്ലെങ്കിൽ BP മോണിറ്റർ പോലുള്ള ഉപകരണങ്ങളും വേണ്ടിവരും. അപ്പോ എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. ഇനി എങ്ങോട്ടാ? നേരെ ആക്ഷനിലേക്ക്, അതായത് ഡേറ്റാ ശേഖരണത്തിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് ശരിക്കും ഒരു നഴ്സിംഗ് പ്രൊസീജിയർ കൃത്യമായി നടപ്പിലാക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ യഥാർത്ഥ ജോലിയിലേക്ക് കടക്കുന്നു. ഇവിടെ കാണുന്ന ഈ ജോലികളില്ലേ, ഇത് പലപ്പോഴും ഒരേ സമയത്താണ് ചെയ്യേണ്ടിവരിക. രോഗികളെ പരിചരിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന അതേ ശ്രദ്ധയും ജാഗ്രതയും ഇവിടെയും വേണം. ഒന്നും വിട്ടുപോകാതെ എല്ലാം കൃത്യതയോടെ ഒരുമിച്ച് കൊണ്ടുപോകണം. കൃത്യമായ റിസൾട്ട് കിട്ടാനുള്ള താക്കോൽ എന്താണെന്നറിയുമോ? കർശനമായ സ്ഥിരത. അതായത് നമ്മൾ ഡേറ്റ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് അതെന്തുമാകട്ടെ, പഠനത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും ഒരേ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ സ്റ്റെറൈൽ ഫീൽഡ് നിലനിർത്തുന്നത് പോലെയാണിത്. ഡേറ്റയിൽ ഒരു തരത്തിലുള്ള തെറ്റുകളും കടന്നുകൂടുന്നത് തടയാനും നമ്മുടെ ഫലങ്ങൾ പൂർണ്ണമായും വിശ്വസനീയമാകാനും ഇത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഒരു ചികിത്സയ്ക്ക് ശേഷം രോഗിയുടെ ചാർട്ടിൽ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് എത്രത്തോളം പ്രാധാന്യമാണോ അത്രയും തന്നെ പ്രാധാന്യമുണ്ട് നമ്മൾ ശേഖരിച്ച വിവരങ്ങൾ ചിട്ടയായി രേഖപ്പെടുത്തുന്ന ഈ ഘട്ടത്തിനും. ഈ അവസാന ഘട്ടത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. 1. കിട്ടിയ വിവരങ്ങൾ സുരക്ഷിതമായി രേഖപ്പെടുത്തുക. 2. ആ വിവരങ്ങളെ വിശകലനം ചെയ്യാനായി തയ്യാറാക്കുക. ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് പൂർത്തിയാക്കിയാലേ അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. ഈ കോഡിംഗ് എന്ന് കേട്ട് പേടിക്കണ്ട. വളരെ സിമ്പിളാണ് സംഭവം. ആളുകൾ തരുന്ന ഉത്തരങ്ങളെ, അതായത് വാക്കുകളെയും അഭിപ്രായങ്ങളെയും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന സംഖ്യകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡേറ്റ വിശകലനം ചെയ്യാൻ വളരെ എളുപ്പമാകും. ഈ ടേബിൾ നോക്കിയാൽ സംഭവം ക്ലിയറാവും. പുരുഷൻ എന്നതിന് 0 എന്നും സ്ത്രീ എന്നതിന് 1 എന്നും നമ്മൾ കോഡ് കൊടുക്കുന്നു. അതുപോലെ ഓരോ പ്രായപരിധിക്കും ഓരോ നമ്പർ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എത്ര വലിയ ഡേറ്റാ സെറ്റ് ആണെങ്കിലും നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും സാധിക്കും. അപ്പോ സൂക്ഷിച്ചുള്ള പ്ലാനിംഗ് മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഡിംഗ് വരെ നമ്മൾ കണ്ടു. ഈ ഓരോ സ്റ്റെപ്പും നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നേരെ നഴ്സിംഗ് ഗവേഷണത്തിന്റെ പ്രധാന ലക്ഷ്യത്തിലേക്ക്. അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രോഗി പരിചരണം മെച്ചപ്പെടുത്തുക, നമ്മുടെ ഈ പ്രൊഫഷനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിട്ടയായി ശേഖരിച്ച് വിശകലനം ചെയ്യാൻ തയ്യാറാക്കി വെച്ച ഡേറ്റയുണ്ട്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ രോഗികളുടെ പരിചരണം എങ്ങനെ നമുക്ക് ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും?
ഈ ഒരു ചോദ്യം നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കട്ടെ.